എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾക്കിവിടെ ഉച്ചയായി കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു ഇന്ന് നമുക്ക് മഷ്റൂം കറി ആയാലോ എന്ന്. ഈസിയാണിത് കുക്ക് ചെയ്യാൻ. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് മഷ്റൂം നല്ല മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നതാണിത്. അതിനെ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഇതാണ് ഞാൻ വെച്ച കറി. ഇതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്തേക്കുന്നത് ഞാൻ ഈസിയായി പറഞ്ഞുതരാം. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി ഇത്രയും നന്നായി വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് ഇത്രയും ആഡ് ചെയ്യുക. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മഷ്റൂം ഇടുക. അതിനിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. ഇതിന് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതിന് ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചാൽ മതിയാകും. ഇതിൽ നിന്നും വെള്ളം ഊറി വരുന്നുണ്ട്. ആ വെള്ളത്തിനകത്ത് തന്നെ ഇത് കുക്കായിക്കോളും. അപ്പോൾ നമ്മുടെ കുമ്പളുകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം കറിവേപ്പില ഇതിലോട്ടിടുക, ഇളക്കി യോജിപ്പിക്കുക. ഫിനിഷ്. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് സമയത്ത് വേവിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഡെലീഷ്യസ്, വെരി ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. ഓക്കെ, അങ്ങനെ ഇതാ നമ്മുടെ മഷ്റൂം കറി റെഡിയായിരിക്കുന്നു കേട്ടോ.